ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി. ഇപ്പം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ 2018 വെള്ളപ്പൊക്ക സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം ഇന്ന് ഓഗസ്റ്റ് 23, 6 വർഷം തികയാണ് കേട്ടോ. 6 വർഷമായെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാനുള്ള കേട്ടോ. ഇന്നൊക്കെ നാൾ കഴിഞ്ഞ പോലെയായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾ തൃശ്ശൂർ വടക്കുംനാഥ അമ്പലത്തേക്ക് വന്നേക്കണം. സാധാരണ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ദിവസം ഏതെങ്കിലും ദൂരമുള്ള അമ്പലങ്ങളിൽ പോവും. പിന്നെ അവിടെ അടുത്ത് എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കറങ്ങി നടക്കാൻ കേട്ടോ പതിവ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അമ്പലത്തിൽ പോവും, എന്തായാലും ഏതെങ്കിലും അമ്പലത്തിൽ പോവും. പിന്നെ അതങ്ങനെ മാക്സിമം ഞങ്ങൾ പോകാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ അവിടെ അടുത്ത് എന്തിട്ടാന്ന് വെച്ചാൽ കാണാൻ ഉണ്ടാവണമെന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങി അന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ കറങ്ങി നടക്കും. സാധാരണ ചേട്ടൻ ഓഫ് ആയിരിക്കും, അല്ല ഓഫ് കിട്ടിയില്ലെങ്കിൽ ചേട്ടനൊന്ന് ലീവായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചേട്ടന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനൊന്ന് വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ചേട്ടനെ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ചേട്ടൻ വന്ന് ഞങ്ങളങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പോൾ 20 മിനിറ്റും കൊണ്ട് നമ്മുടെ പടം ആൾ വരച്ച് തരും. അപ്പോൾ ഞങ്ങൾക്ക് 2-3 വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. ഓരോപോലെ അതേപോലെ തന്നെ ഇങ്ങനെ വരച്ച് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും വെച്ച് ഒരു ഫാമിലി ഫോട്ടോ പോലെ വരച്ച് തരാമെന്നിട്ട് ആൾ പറഞ്ഞേക്കണം. പക്ഷെ അത് ഒരുമിച്ചിരിക്കണമെന്നില്ല, ഓരോരുത്തരായിട്ട് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആൾ ഒരാളുടെ വരച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ എന്നാലും 3 പേര് ഒരുമിച്ചാക്കി ആൾ വരച്ച് തരാം, അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെയുള്ളൊരു മരത്തിൻ്റെ അവിടെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ വേഗം ആൾ വരച്ച് തീർക്കും. അപ്പോൾ നല്ല കമ്പനിയായൊരു ചേട്ടനായിരുന്നു. ചാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് ആളങ്ങനെ അപരിചിതരായിട്ട് അങ്ങനെ വലിയ കമ്പനി ആവാറില്ല. പുറമേക്ക് ഇറങ്ങിയാലൊക്കെ ആളിങ്ങനെ ഭയങ്കര സൈലൻ്റാണ് അവർ ചെയ്യാറ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് ആൾ. അപ്പോൾ ചേട്ടൻ്റെ വേഗം വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാണ്ട. അപ്പോൾ ചേട്ടൻ്റെ വരയ്ക്കണ സമയത്തൊക്കെ ആൾ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞില്ലേ ഇനി എൻ്റെ എപ്പോഴാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ 2 പേരും കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാനായിട്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചാരോട് അധിക സമയം അങ്ങനെ ഇരിക്കൊന്നും വേണ്ട കേട്ടോ. ആൾ വേഗം വേഗം വരച്ചെടുക്കണം. നമുക്കങ്ങനെ ഒട്ടും ബോറടിക്കില്ല, ഒട്ടും ഇങ്ങനെ കുറേ നേരം കുത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആൾ വേഗം വേഗം വരയ്ക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ആൾ ചെയ്യണത്. അപ്പം എൻ്റെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ചാരോടെ ഒന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആളതിൻ്റെ ഇടയിൽ കൂടെ ആ ചേട്ടനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും ഭയങ്കര കമ്പനി. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ വരച്ച് ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ആൾക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇത് ഒരു ഓർമ്മയായിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളത് ഇരുന്നത് കേട്ടോ വരയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവൾക്ക് ഇഡ്ഡലി വേണം, അപ്പം വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അവിടുത്തെ ചേട്ടൻ വന്നിട്ട് ഒന്ന് കുഞ്ഞ് ദോശ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു ദോശ പോലെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഇവിടേക്ക് തന്നെ കേട്ടോ വന്നത്. ഇവിടെ കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തൊരു കട, മെറ്റേണിറ്റി വെയറിൻ്റെ കട കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ കയറിയതാണ്. പക്ഷെ അവിടെ നിന്നൊന്നും എനിക്കങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ദാഹിച്ചപ്പോൾ അവിടെ വഴിയിൽ കണ്ട ഒരു കടയാണ് കേട്ടോ. അങ്ങനെ സർവത്തൊക്കെ കുടിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ മുട്ട ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ചാരും ചേട്ടനും ഇങ്ങനെ മുട്ട പുഴുങ്ങിയത് ചാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട. അതിൻ്റെ യെല്ലോ കഴിക്കില്ല, അവൾ വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അവൾ ഒരു മുട്ട മാത്രം കഴിച്ചുള്ളൂ. ചേട്ടൻ ഒരു പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു സർവത്ത് മാത്രം കുടിച്ചോളൂ. പിന്നെ അവിടെ ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വിട്ടത് ശോഭ സിറ്റിക്കായിരുന്നു കേട്ടോ. ശോഭ സിറ്റിക്ക് ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് തന്നെ, മുന്നേ പ്രാവശ്യം ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് ഒരു വൈകുന്നേരം ആയ കാരണം സമയം കാര്യങ്ങളൊന്നും കിട്ടാതെ കാരണം
കുറച്ച് നേരം നിന്ന് ചാരുവിന് കളിക്കാനുള്ള ഇതുകളൊക്കെ ആ സ്ഥലത്ത് മാത്രമായിട്ട് പോയത്, വേറെ കടയിലെ കാര്യങ്ങളൊന്നും കയറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൊത്തം ഒന്ന് കറങ്ങി നടന്ന് കാണാമെന്നുള്ള രീതിയിലാണ് പോയത്. നമ്മുടെ ലുലു മാളിൻ്റെയൊക്കെ പോലെ തന്നെ ഏകദേശം, പക്ഷേ അതിൻ്റെ അത്രയ്ക്കില്ല. ഇത് കുറച്ചും കൂടിയും ചെറിയതായിട്ട് പോലെയായിട്ട് എനിക്ക് തോന്നിയത്. അത്ര തിരക്കോ ബഹളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടി സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഈ വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്തേലും അവൾ സമ്മതിച്ചില്ല കേട്ടോ. അവൾക്ക് എല്ലാത്തിലും കയറാൻ പേടിയാണ്. ആരെങ്കിലും ഒരാളും കൂടെ കയറണം. അത് കഴിഞ്ഞ് എൻ്റെ തൊട്ട് പുറത്തുള്ള ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയാലും തൊട്ട് പുറത്ത് ജ്വല്ലറീസ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല, കാരണം നമ്മൾ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ എല്ലാം കണ്ടു. ഇങ്ങനെ വെറുതെ നോക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് പോകണം എന്ന് വെച്ചൊരു സ്ഥലമാണ് കേട്ടോ സ്റ്റുഡിയോ. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റുഡിയോയിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ സ്റ്റുഡിയോ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിൽ കയറിയത് ചാരുവാണ് കേട്ടോ. അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കലും പിടിക്കലും ഇട്ട് നോക്കലും ഒക്കെ അവൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, പക്ഷേ നമുക്കിപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റിയ ടൈപ്പ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇത് കിഡ്സ് സെക്ഷനിൽ വന്നപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. എല്ലാ ഡ്രസ്സും നിർത്തി നോക്കി, അതേപോലെ തന്നെ ആൾ മടക്കി വയ്ക്കും കേട്ടോ. ഹാങ്കറിൽ നിന്ന് എടുത്താലും അത് തന്നെ തിരിച്ച് ചെയ്തോളും. അങ്ങനെ അവിടെ നിന്ന് ഒരു വിധത്തിലാണ് കേട്ടോ പുറത്തേക്ക് ഇറക്കിയത് അവളെ. ലാസ്റ്റ് ഇതേ അവളുടെ സ്ഥലത്ത് കൊണ്ടാക്കി. അങ്ങനെ ഇവിടെ ഒരു കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാനവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് അവർ രണ്ടുപേരും കൂടെ എല്ലാ ഇതിനും കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ലുലു മാളിൻ്റെ അത്ര കളിക്കാനും കാര്യങ്ങളൊന്നുമുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേരും കുറവായിരുന്നു, ക്ലാസ്സുള്ള ദിവസമായ കാരണമായിരിക്കും മൊത്തത്തിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ അവിടെ. ഞാനപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം ഞാനവിടെ ഇരുന്നു. രണ്ടുപേരും കൂടെ എല്ലാത്തിലും കയറിറങ്ങി നടക്കണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ടോയ് ഷോപ്പ് കണ്ടപ്പോൾ ഈ സൈക്കിൾ കണ്ടിട്ട് കയറിയതാണ് ആൾ. പക്ഷേ ഉന്തി നോക്കണതും ഓടിച്ചു നോക്കണതൊക്കെ വേറെ വണ്ടികളായിരുന്നു. അവിടെ നിന്നും ഒരു വിധത്തിൽ തള്ളി പുറത്തേക്ക് ഇറക്കിയിട്ട് ചാരുവിനെ കൊണ്ടുവന്നെ. പിന്നെ ആൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. എന്നിട്ടിങ്ങനെ ഉന്തി കൊണ്ട് നടന്നാൽ മതി. നമുക്ക് വലിയ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മിഠായി കാണുമ്പോൾ മാത്രം ആ സൈഡ് മാത്രം പോകാണ്ടിരുന്നാൽ മതി. അവിടെ നിന്ന് അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു 4 മണിയുടെ അടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ എവിടെയും കയറാൻ ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.